ഇല്ല. ദയവ് ചെയ്ത് ഷൂറയിൽ കൂടെയാണ് ദീനിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് നബി തങ്ങളെ തെരീക്കനുസരിച്ച്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഷൂറക്കാർ ഒരുമിച്ച് കൂടിക്കൊണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകളെ ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റാതിരുന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് മുഴുവൻ അതിൻ്റെ ദൂഷ്യം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നൊരു അപകടം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ഥാനമാനങ്ങളല്ല വലുത്, മറിച്ച് അതിന് ഉത്തരവാദിത്വ നിർവഹണത്തിന് പറ്റിയ ഒരാളെ അതിലേക്ക് ഏർപ്പാടാക്കണം എന്നുള്ളൊരു ചെറിയ വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. 100% പഠിച്ചോനെ ദേഷ്യം പിടിപ്പിക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹത്തിൽ കൂടെ കേൾക്കാൻ കഴിയുന്നത്. അതായത് അള്ളാനെ സംബന്ധിച്ചിടത്തോളം പെണ്ണെട്ടാതെ കുട്ടികളുണ്ടാക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട റസൂൽ തങ്ങളുടെ ഈ ലോകത്ത് അള്ളാഹു തആല പഠിപ്പിച്ച് നിങ്ങൾ പെണ്ണ് കെട്ടിയിട്ട് ദുആ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ചെയ്യാൻ പറഞ്ഞ പണി ചെയ്തിട്ട് എത്ര കത്തോതിയിട്ടും കാര്യം, എത്ര സലാത്തിലിട്ടും കാര്യം, എത്ര ദിക്റല്ലിട്ടും കാര്യമുള്ളൂ. അല്ലാത്ത മുഴുവൻ ദിക്റല്ലും അസ്ഥാനത്താണ് പറഞ്ഞുതരാം കേട്ടോളി. ബഹുമാനപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്തെ അവസാനം വരേക്കും അള്ളാഹു തആല ഏർപ്പാടാക്കിയ മാതൃക. ആ ഹബീബിൻ്റെ ജീവിതത്തിൽ കൂടെ വേണം കാര്യങ്ങൾ ഫത്വ നൽകാൻ. ഹബീബിൻ്റെ 23 വർഷത്തെ തുടക്കത്തിൽ ഈ ജൂതന്മാരെ കൂട്ടിയിട്ടാണ് മറ്റ് ശക്തമായ രീതിയിൽ അക്രമികൾ ഹബീബ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടത്. ഹബീബിൻ്റെ അവസാനത്തെ പീരീഡ് ബഹുദൈവ വിശ്വാസികളെ സാക്ഷികളാക്കിയിട്ടാണ് അക്രമികളായ ആളുകളെ നേരിട്ടത്. അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ നബി തങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല. ഒരിക്കലും ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഏകദൈവ സിദ്ധാന്തം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ ലോകത്തൊരു പണ്ഡിതന്മാർക്കും അള്ളാൻ്റെ ഹബീബ് യുദ്ധം ചെയ്തതായിട്ടോ ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചതായിട്ടോ ഇത് അള്ളാൻ്റെ ഹബീബിൻ്റെ ശരീഅത്തിലില്ല. എത്രത്തോളം അള്ളാഹു തആല പറഞ്ഞ് തങ്ങളെ നിർബന്ധിക്കണ്ട, അത് നിങ്ങളെ മൂത്താപ്പാണെങ്കിലും ശരി പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കി നിങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല. ലക്കും ദീനിക്കും വലിയ ദീൻ, നിങ്ങൾ ഇബാദത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നീക്കോളി, ഓലാ കാര്യങ്ങൾ അങ്ങനെയിട്ട് നീക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ 100% സഹകരിച്ചോളി എന്നാണ് അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അക്രമികളായ ആളുകളെ കാണുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾ തീർച്ചയായിട്ടും അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ സൗദിക്കും മറ്റ് രാഷ്ട്രങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഇസ്ലാമികമായിട്ട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത് കണ്ടു നിൽക്കുക എന്നുള്ളത്. ഇനി അക്രമികളായിട്ട് സഹകരിക്കുകയാണ് സൗദി എങ്കിൽ തീർച്ചയായിട്ടും ഹബീബിൻ്റെ ആദർശമാണ് ഷിയാക്കളുമായിട്ട് 100% സഖ്യകക്ഷികളായി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹബീബ് റസൂലുള്ളാഹ് ആദർശം ുള്ളത് ഉലമാക്കൾ മനസ്സിലാക്കിക്കൊള്ളണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇല്ല. ദയവ് ചെയ്ത് ഷൂറയിൽ കൂടെയാണ് ദീനിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് നബി തങ്ങളെ തെരീക്കനുസരിച്ച്. അതുകൊണ്ട് പ്രത്യേകിച്ചും